ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സക്കറിയ പ്രവചനം 2-ാം അധ്യായമാണ് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സംരക്ഷണവും ഭാവി മഹത്വവും എന്നുള്ള വിഷയമാണ്. 6 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ 2-ാം അധ്യായത്തിലുള്ളത്. അതിലൊന്നാമത് നമ്മൾ കാണുന്നത് ഈ ദർശനത്തിൻ്റെ വിവരണമാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം നമ്മൾ വായിക്കുന്നത്, ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ ചോദിച്ചതിനവൻ, ഞാൻ യെരുശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നുവെന്ന് എന്നോട് പറഞ്ഞു. സക്കറിയ പ്രവാചകനെ ദൈവം കാണിക്കുന്ന ഈ 3-ാമത്തെ ദർശനം യെരുശലേമിനെ അളക്കാൻ അളവുനൂലുകളുമായി എത്തുന്ന ഒരു പുരുഷനെയാണ്. ആ പുരുഷൻ ആരാണെന്നുള്ളത് കഴിഞ്ഞ 1-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ചുവന്ന കുതിരപ്പുറത്ത് വരുന്ന വീണ്ടെടുപ്പുകാരനായ പുരുഷൻ, കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ദൈവജനത്തിൻ്റെ ആശ്വാസപ്രദനായ പുരുഷൻ, യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ ദൈവജനത്തിൻ്റെ സംരക്ഷകനായ പുരുഷൻ, ദൈവജനത്തിന് ആശ്വാസം പകരുന്ന പുരുഷൻ, മാത്രമല്ല ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്ന പുരുഷൻ. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യെരുശലേമിനെ അളക്കുകയാണ്. എന്താണ് ഇവിടെ അളക്കാനുണ്ടായ കാരണം? നമുക്കറിയാം, അളക്കുക എന്ന് പറയുന്നത്, അളവ് നൂലുകൊണ്ട് അളക്കുക എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അധികാരം സ്ഥാപിക്കുക. നമുക്കറിയാം, യെരുശലേമിൻ്റെ അധികാരം കർത്താവിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് ഇസ്രായേൽ ജനത്തെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. കാരണം യെരുശലേം ദേവാലയം പണിയാനായിട്ട് അവരാരംഭിച്ച് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികൂലങ്ങളുണ്ടായി. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ തളരുന്ന ഒരു പറ്റം ആളുകളുടെ മുമ്പിലേക്ക് കർത്താവ് ശക്തി പകരുകയാണ്. എൻ്റെ അധികാരപത്രം, എൻ്റെ അധികാരത്തിലാണ് യെരുശലേം. നിങ്ങൾ രാജാക്കന്മാരെ ഭയപ്പെടേണ്ട, ലോക ഭരണാധികാരികളെ ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ടെന്നുള്ള അധികാര ശബ്ദം അവരെ ആശ്വസിപ്പിക്കുകയാണ്. 2-ാമത് അളക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടിയാണ്. നമ്മുടെ വീടും സ്ഥലവുമൊക്കെ അളന്ന് നമ്മൾ മതിൽ കെട്ടുന്നത് ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇവിടെ പ്രതികൂലങ്ങളുടെ മുമ്പിൽ ആരെ സഹായിക്കുമെന്നോർത്ത് നിരാശപ്പെടുകയാണ് സെരുബ്ബാബേലും യോശുവയും. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ ചിത്രം ഈ അളവ് കൊണ്ട് നമുക്ക് മനസ്സിലാകും. 3-ാമത് നമ്മൾ കാണുന്നത് ഒരുക്കമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തം കഴിയാൻ പോവുകയാണ്. 70 സംവത്സരത്തിന് ശേഷം അവർ ബാബിലോണിലേക്ക് മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി അവരെ മടക്കി കൊണ്ടുവരുവാനുള്ള ഒരുക്കം എന്ന് വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. ഏറ്റവും പ്രധാനമായും കർത്താവ് രാജാവായി ലോകത്ത് ഭരിക്കാൻ പോകുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു പണിയാൻ പോകുന്ന യഥാർത്ഥ യെരുശലേം ദേവാലയത്തിൻ്റെ അളവ് അവിടെ എടുത്ത് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ കർത്താവിൻ്റെ അധികാരം എത്രയോ വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. അവൻ്റെ സംരക്ഷണം എത്രയോ വലുതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ലോക ചരിത്രത്തിൽ ഇസ്രായേൽ ഇന്നും പരാജയപ്പെടാതെ നിൽക്കുന്നത് ഈ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവുമാണ് എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് രാവിലെ ദൈവജനത്തെ സംബന്ധിച്ചും ദൈവസഭയുടെ പരമാധികാരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ഈ ലോകത്ത് കർത്താവിൻ്റെ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഇന്ന് കർത്താവിൻ്റെ സഭയുണ്ട്. ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ജനമാണ് ഭൂരിപക്ഷമുള്ളത്. ആ ക്രിസ്തുവിൻ്റെ ജനതയുടെ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ നാളുകളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദൈവജനത്തിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ പതറാതിരിക്കാൻ കർത്താവ് പറയുന്നു, ഞാനാണ് സഭയുടെ പരമാധികാരി, ഞാനാണ് സഭയുടെ സംരക്ഷകൻ, സഭയെ ഞാൻ ഇന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആ പ്രതികൂലങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്
നമ്മുടെ ആത്മമണവാളൻ വരാൻ പോകുന്നു എന്നുള്ളതാണ്. സഭയെ ഈ ശാപകരമായ ഭൂമിയിൽ നിന്ന് കർത്താവ് എടുക്കാൻ പോവുകയാണ്. ഞാനും നിങ്ങളും കാഹളം ധ്വനിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ മണിക്കൂറുകളിലാണ് നമ്മൾ ഈ ലോകത്ത് ചെലവഴിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവസാന മണിക്കൂറുകളിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നടപടിയായി നിവർത്തിക്കാം. പ്രതികൂലങ്ങളെ ഭയപ്പെടാതെ, പ്രതിസന്ധികളെ ഭയപ്പെടാതെ അധികാരമുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ഞങ്ങളെ കരുതുന്ന ഈ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.